ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മാർത്തോമ സഭ ഇന്ന് യുവജന ഞായറായി വേർതിരിച്ചിരിക്കുകയാണ്. നോർത്ത് അമേരിക്കൻ ഭദ്രാസന യുവജന സഖ്യത്തിന്റെ മിഡ്വെസ്റ്റ് സെന്റർ യുവജന സഖ്യമായി ഈ കഴിഞ്ഞ 7 ദിവസവും യുവജന വാര ചിന്തകൾ നമ്മുടെ ഓരോ യുവതി യുവാക്കൾ പങ്കുവയ്ക്കപ്പെടുകയായിരുന്നല്ലോ. പങ്കുവച്ച എല്ലാവരോടുമുള്ളതായ സ്നേഹം അറിയിക്കട്ടെ. ചുമതലക്കാരെയും അതിനായി അഭിനന്ദിക്കുന്നു. ഇന്ന് 2025 ഒക്ടോബർ മാസം 19-ാം തീയതി ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന ചിന്ത യൗവനം ക്രിസ്തു ശൈലിയിൽ, യൂത്ത് ഇൻ ക്രൈസ്റ്റ് സ്റ്റൈൽ എന്നുള്ളതാണ്. അതിനാധാരമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങളാണ്. അകലങ്ങൾ ഇല്ലാതാക്കിയതായിട്ടുള്ള ഒരു പുതിയ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വിവര സാങ്കേതിക ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം അറിവിനെ വിരൽത്തുമ്പിലാക്കിയിരിക്കുന്ന ഒരു പുതിയ ലോകം. എന്നാൽ അകലങ്ങൾ ഇല്ലാതിരിക്കെ ഇന്ന് നമുക്ക് അടുപ്പങ്ങൾ ഉണ്ടോ? അറിവുകൾ ഉണ്ടെന്നിരിക്കെ അലിവിന്റെ കരങ്ങൾ നമ്മളിൽ ഉണ്ടോ? പുതിയ കാലം പുതിയ ജാലകങ്ങൾ തുറന്നിടുന്നതോടൊപ്പം പുതിയ വെല്ലുവിളികളും അവിടെ ഉയർത്തുന്നുണ്ട്. പുതിയ കാലത്തിന്റെ നന്മയും തിന്മയും ഏറെ അഭിമുഖീകരിക്കുന്നതും യുവ തലമുറകൾ തന്നെയാണ്. അതുകൊണ്ട് മറ്റേതൊരു കാലഘട്ടത്തെക്കാളും വളരെ ഹൃദയ ജാഗ്രതയോടുകൂടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത കൂടെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു യൗവനക്കാരൻ വന്ന് നിത്യജീവനെ അവകാശമാക്കുവാനായിട്ടുള്ള ഒരു കുറുക്കുവഴി യേശുവിനോട് ചോദിക്കുകയാണ്. ഞാൻ എന്താണ് നിത്യജീവൻ പ്രാപിക്കേണ്ടതായി ചെയ്യേണ്ടത് എന്നുള്ളത്. യേശു ആ യൗവനക്കാരന് കൊടുക്കുന്നതായ മറുപടികളിലൂടെ ചില അറംപറ്റുന്ന മാറ്റങ്ങൾ അവനിൽ ഉളവാക്കുവാനായി യേശു ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവൻ അതിന് സന്നദ്ധത കാണിക്കുന്നില്ല. ആ അഭിമുഖീകരണം അവന് ഒരു ബാധ്യതയായി, ഒരു ഭാരമായി മാറുകയാണ്. അവൻ തിരിച്ചു പോവുകയാണ്. നമുക്ക് സൗകര്യപ്രദമായ ദൈവിക അഭിമുഖീകരണമാണ് നമുക്ക് ഇന്ന് ഇഷ്ടമായിട്ടുള്ളത്. മതത്തിൻ്റെയും കൽപ്പനകളുടെയും സൗകര്യപ്രദമായ പുറംമോടികൾ അണിഞ്ഞതായിട്ടുള്ള ചെറുപ്പക്കാരോട് ക്രിസ്തു പുറംമോടികൾ അഴിച്ചു വയ്ക്കുവാനായി ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ പുതിയ വെളിച്ചം സ്വീകരിക്കുവാനായി ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള യുവജനങ്ങളെ, സുവിശേഷം തരുന്ന അകവെളിച്ചത്തോടെ പ്രതിബദ്ധതയോടെ ജീവിക്കുവാനായിട്ടാണ് യൗവന കാലഘട്ടം ക്രിസ്തു നമ്മിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് പുറംമോടികളിൽ അഭിരമിച്ചിരിക്കാതെ സൗകര്യപ്രദമായ ആത്മീയ കൂടാരങ്ങളിലേക്ക് ചേക്കേറുവാനായിട്ടല്ല, മറിച്ച് വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അർത്ഥവത്തായ തിരുവചന വായനയിലൂടെ സഹചരെ കരുതുന്നതായ അർത്ഥവത്തായ ആത്മീയതയിൽ ജീവിക്കുവാനായി ആവശ്യപ്പെടുകയാണ്. പുറംമോടികളെ അഴിച്ചുവെച്ച് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ അകവെളിച്ചമുള്ളവരായി ജീവിക്കുവാനായിട്ടുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനം. രണ്ടാമതായി ആ യൗവനക്കാരനോട് പറയുകയാണ്, നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് നീ മടങ്ങി വരുവാനായി. അവൻ പറയുകയാണ്, ഞാൻ മോശയുടെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്നതായ വ്യക്തിയാണ്. എന്നാൽ ക്രിസ്തു അവനിൽ കണ്ടെത്തിയതായ കുറവ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകിയിട്ട് മടങ്ങി വരുവാനായിട്ട്. ധനമല്ല, ധന്യതയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ക്രിസ്തു വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്, ധനം എല്ലാ മേഖലകളിലും ഇന്ന് ആധിപത്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു വലിയ ധനം നമ്മെ ബോധ്യപ്പെടുത്തണം. ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നാം അറിയാതെ പോകുമ്പോൾ ഈ ലോകത്തിന്റെ ധനം നമ്മെ അടിമപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകണമെന്ന് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പുറംമോടികളെ മാറ്റി ക്രിസ്തുവിൽ അകമേയുള്ള വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ധനമല്ല, ധന്യതയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യം. അതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതിനെ മാറ്റേണ്ടതിനെ, വിടേണ്ടതിനെ വിടുവാനായും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുവാനായി ക്രിസ്തുവിൽ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ ജീവിപ്പാൻ, യൗവനകാലത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞു ജീവിക്കുവാൻ
നമുക്കെല്ലാവർക്കും സാധ്യമായി തീരട്ടെ. അതിന് ഈ വർഷത്തെ നമ്മുടെ യുവജന വാര ആഘോഷങ്ങളും ചിന്തകളും ധ്യാനങ്ങളും മുഖാന്തരമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.